നവംബർ 30 ഇന്റർനാഷണൽ കീർ ഡേ ആണെന്നുള്ളത് എത്ര പേർക്കറിയാം? അപ്പൊ ക്യാരറ്റ് കൊണ്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ ഒരു അടിപൊളി പായസം അങ്ങ് റെഡിയാക്കിയാലോ? അപ്പോൾ 2 ക്യാരറ്റും ഒരു ഇത്തിരി പാലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റൂ കേട്ടോ. പിന്നെ ഒരു പായസത്തിന്റെ രുചി ഇരട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ 2 ക്യാരറ്റ് എടുത്തൊന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് പാലൊഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ പാനിലേക്ക് അരച്ചു വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരിത്തിരി മാത്രം ഉപ്പും ഇട്ട് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് റവയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് വെള്ളം വലിച്ചെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വലിയൊരു തീ ചൂടാറുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു പായസം നല്ല റിച്ച് ആൻഡ് ക്രീമി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരിത്തിരി പാലിൽ മിക്സ് ചെയ്തത് ഒഴിച്ച് നല്ല പോലെ യോജിപ്പിച്ച് കുറുകി വരുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ബോൾസ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ പായസം റെഡി. പിന്നെ ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ പായസം തയ്യാറാക്കുന്നത്. പക്ഷെ അതിനെ പെർഫെക്റ്റ് ആക്കുന്നത് നെസ്ലെ മിൽക്ക് മെയ്ഡ് ആയിരിക്കും.